ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെക്ചേഴ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കുളിയും പിള്ളേരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് രാമൻകുട്ടന് ക്ലാസ്സിൽ പോകണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്കൂൾ ആനുവൽ ഡേ ആണ്. പിന്നെ ഈ വീഡിയോ ഞാൻ മാർച്ചിൽ എടുത്ത വീഡിയോ ആണ്. എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും എടുത്തതല്ലാണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ ഇരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അലക്കലും കുളിയും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നൂലപ്പവും കടലക്കറിയായിരുന്നു നമുക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫുഡൊക്കെ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞുവാവനെ കുളിപ്പിച്ചു. അപ്പോൾ അവളുടെ 28 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനാണ് കേട്ടോ കുഞ്ഞുവാവനെ കുളിപ്പിക്കുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. എനിക്കത് തന്നെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടം. അത് പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അജിക്കുട്ടൻ്റെ അംഗൻവാടിയുള്ള ദിവസമാണ്. അപ്പോൾ അവനാക്കി വന്നിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ആനുവൽ ഡേയുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവനാക്കി വന്നിട്ട് വേണം നമുക്ക് അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ രാമൻകുട്ടനും ഉണ്ട് ഇന്ന് അജിക്കുട്ടനെ അംഗൻവാടിയിലാക്കാനായിട്ട്. അപ്പോൾ അംഗൻവാടി നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി പോകണം. ഒരു കോളനിയൊക്കെ ഉണ്ട്, അപ്പോൾ ആ ഭാഗത്താണ്. പക്ഷേ എനിക്ക് ഇവനെ എടുത്തുകൊണ്ട് അവിടം വരെ പോകാൻ പറ്റാത്തതുകൊണ്ടും തുടക്ക സമയത്ത് അവന് ഇത്തിരി മടിയായിരുന്നു അംഗൻവാടിയിലാക്കിയ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോ കേട്ടോ അംഗൻവാടി കൊണ്ട് എപ്പോഴും ആക്കാറ്. അതൊരു 1-1.5 മാസം വരെ നമ്മളങ്ങനെ ആക്കി. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ അവൻ നടന്നൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവന് ഹെൽമെറ്റ് വെച്ച് തന്നെ അംഗൻവാടി പോകുന്നത് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എന്തായാലും കരയിക്കേണ്ടതെന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെച്ച് ഓട്ടോയിൽ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ അംഗൻവാടിയിലെത്തി അംഗൻവാടി കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് വാട്ടർ മെലൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരുന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാട്ടർ മെലൺ ജ്യൂസ് അടിച്ചു. അങ്ങനെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കഴുകി വെച്ചിട്ട് പിന്നെ നമ്മൾ കുടിക്കാനിരുന്നതിന് നമുക്കൊരു സമാധാനത്തിന് കുടിക്കാമല്ലോ. അങ്ങനെ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. പിന്നെ രാമൻകുട്ടന് ഒരു ഗ്ലാസ് കൊടുത്തു. അപ്പോൾ വീട്ടിലൊരു സ്ട്രോ ഇങ്ങനെ മറ്റേ പ്ലാസ്റ്റിക്കിനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത കടിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ എന്ത് വെള്ളം, ഇപ്പോൾ വെള്ളം പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കുടിക്കും. അപ്പോൾ ഞാൻ സ്ട്രോ ഇട്ടൊക്കെ കൊടുത്തു. അങ്ങനെ അജിക്കുട്ടനുള്ള പങ്ക് അവന് വേണ്ടി മാറ്റിയും വെച്ചിട്ടോ. വാവ നമ്മൾ ഫീഡൊക്കെ ചെയ്ത് ഉറക്കിയിട്ട് പോയതാണ്. കമത്തിക്കിടത്തി ഒരുപാട് നേരം കിടന്നിങ്ങനെ ഉറങ്ങിക്കോളും. ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ഉറങ്ങിപ്പോകുമല്ലോ. അപ്പോൾ ഗ്യാസൊന്നും പോകാണ്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ കമത്തിയിട്ട് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോളും. അപ്പോൾ ഈ ജനിച്ച ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. വേറെ കുഴപ്പമൊന്നും അങ്ങനെ കിടക്കുന്നതുകൊണ്ടില്ല. എല്ലാവരും ഇങ്ങനെ കമത്തി കിടത്തി കാണുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും കമത്തിയാണോ കിടത്തുന്നത് കമത്തി. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതേ ഒരു ബായി, അതായത് ഒരു ഹിന്ദിക്കാരൻ നമ്മുടെ വീട്ടിൽ ബെഡ്ഷീറ്റ് വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 കളർ ബെഡ്ഷീറ്റ് അത് ഡബിളായിരിക്കും. നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ 2 ബെഡ്ഷീറ്റായിട്ട് കിട്ടും. 800 രൂപയ്ക്ക്, അതായത് ഒരെണ്ണത്തിന് 100 രൂപ വെച്ച് നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സമയം ഇനി കളയണ്ട. കാരണം നമ്മിങ്ങനെ വെറുതെ ഇരുന്ന് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും സമയം പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കുറേ ഉണ്ടായിട്ടല്ല എന്നാൽ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണല്ലോ ഏത് ഇടണം എന്നുള്ളത്. പിന്നെ ഞാൻ എത്ര നോക്കി വന്നാലും സ്ഥിരമായിട്ട് ഇടുന്ന ഡ്രസ്സിൽ തന്നെ അവസാനം എൻ്റെ കൈ എത്തുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവനായിട്ട് പോകുമ്പോൾ എനിക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സായിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം, വാവനെ ഫീഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയുക, ഏത് ഡ്രസ്സ് എടുത്താലും അവസാനം ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നതിൽ തന്നെ വരും. അങ്ങനെ ഫൈനലി ഇത് എപ്പോഴും ഇടാറുള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ജീൻസിൻ്റെ ടോപ്പ് ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ്. ജസ്റ്റ് 300 ബില്ലും ഉള്ളൂ. ഏകദേശം 2 വർഷമായി ഈ ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഒരു കളർ പോലും ഒരു പ്രശ്നമില്ല. 2 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകുമ്പോൾ ഇടുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് രാമൻകുട്ടനും ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാഗ് ഒരുക്കാമെന്ന് വിചാരിച്ചു. അതായത് പിള്ളേരായിട്ട് അറിയാലോ, എവിടെ പോകുമ്പോഴും ഞാനൊരു കുപ്പി വെള്ളവും പിന്നെ വീട്ടിൽ കുറച്ച് സ്നാക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഞാനൊരു ടിന്നിലാക്കി. കാരണം ഇവരെങ്ങാനും വണ്ടിയിൽ പോകുന്ന സമയത്ത് വെള്ളമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വെള്ളം കൊടുക്കണം. പിന്നെ കിട്ടണ വരെ വെള്ളമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ. പിന്നെ വാവയ്ക്ക് എക്സ്ട്രാ ഡ്രസ്സും പിന്നെ ഒരു ഡയപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pre-KG പിന്നെ പ്ലേ ഗ്രൂപ്പ്, LKG UKG ഫസ്റ്റ് ഗ്രേഡ് 1, 2 ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴായിരിക്കും ഇവരുടെ പ്രോഗ്രാം വന്നത്, ഇങ്ങനെ ക്ലാസ് അനുസരിച്ചായിരിക്കും പ്രോഗ്രാം പോകുന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് സമ്മാനദാനമൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങാനും വൈകാണെന്നുണ്ടെങ്കിൽ അവനിപ്പോൾ വിശന്നാലൊന്ന് കൊടുത്ത് ഞാൻ ഒരു ബലത്തിന് വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ചതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ യൂബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ
വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. അജുക്കുട്ടനെ കൊണ്ടുവരാനായിട്ട് ഞാൻ അമ്മനെ ഏൽപ്പിച്ചു. അജു വീട്ടിൽ വന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 3 മണിയാകുമ്പോഴേക്കും നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണമായിരുന്നു. രാമൻ്റെയൊക്കെ സ്കൂളിൽ ഓഡിറ്റോറിയം അവർക്കില്ല. ഒരു മാഡം അവരുടെ വീട്ടിൽ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിട്ട് അവർ ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയുക ഓഡിറ്റോറിയം കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു വലിയ സ്കൂളല്ല. നമ്മുടെ കിൻഡർ ഗാർഡൻ മാത്രമുള്ളൊരു സ്കൂളാണ് കേട്ടോ രാമൻ്റെ സ്കൂൾ. അപ്പോൾ അവർ സെപ്പറേറ്റ് ഞാറക്കയിൽ ഒരു മാനുവൽ ഓഡിറ്റോറിയം ഉണ്ട്. മാനുവൽ ഓഡിറ്റോറിയത്തിലായിരുന്നു രാമൻ്റെയൊക്കെ ഈ വർഷത്തെ പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ യൂബ്രോട്ടോക്ക് നമ്മളൊരു ബീച്ച് റോഡ് വഴിയാണ്ട് പോയത്. നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുടിച്ചു കേട്ടോ. എല്ലാ കുട്ടികളും വീണ്ടും വീണ്ടും വന്ന് ഡ്രിങ്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അപ്പോൾ തന്നെ ഒരു ജ്യൂസ് അടിച്ചൊക്കെ തരോട്ടോ. ഇപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ തണുപ്പ് വേണ്ടാന്നൊക്കെ ചിലർ പറയുമ്പോൾ അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ പരിപാടി എപ്പോഴും ഹോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മാഡമാണ്. ഞാൻ ശരിക്കും സൂം ചെയ്തെടുത്തില്ല, കാരണം അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ എടുക്കുകയാണല്ലോ. അപ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് ഞാൻ ചിലതൊക്കെ എടുക്കാറുണ്ട്. എന്നാലും ചിലതൊക്കെ എടുക്കാൻ എനിക്ക് എന്തോ പോലെയുണ്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പരിപാടി തുടങ്ങി ഉദ്ഘാടനമായി. പിന്നെ അവിടുത്തെ ഡയറക്ടർ, അതായത് ഇതിൻ്റെ ഓണർ ലക്ഷ്മി മാമിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺവൊക്കേഷൻ സെറിമണി ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂൾ കഴിഞ്ഞ് UKG പോകുന്ന പിള്ളേരുടെ കൺവൊക്കേഷൻ സെറിമണി, അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രാമൻ പിന്നെ അവിടെ ചെന്ന് അവൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിയതിന് ശേഷം ഫ്രണ്ട്സായിട്ട് ഫുൾ കളിയായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് വിളിച്ചിട്ട്, അത് എല്ലാ പിള്ളേരും അങ്ങനെയാണ്, അവരുടെ അച്ഛനമ്മമാരുടെ നിന്ന് മാറി അവർ മാത്രമുള്ള ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിയായിരുന്നു. അതായത് എപ്പോഴും അവർ സ്കൂളിലല്ലേ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഓഡിറ്റോറിയം പിന്നെ വേറൊരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കുഞ്ഞുമക്കളും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. എന്താ ഈ പിള്ളേരെയൊക്കെ ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, നല്ല എഫേർട്ടുള്ള കാര്യമാണല്ലേ. അത് ടീച്ചേഴ്സൊക്കെ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നാത്തൂൻ്റെ മകനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രാമൻകുട്ടൻ്റെ ഒപ്പം സമ്മാനമൊക്കെ അവന് സ്പോർട്സ് ഡേക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഈ ഒരു സമയത്ത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അവൻ്റെ ഒപ്പം പോകണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാത്തൂൻ്റെ മകനും വന്നിട്ടുണ്ടായിരുന്നു. അവർ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ രാമൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നു. അതുവരെ അവർ കൂടെ ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നാത്തൂൻ്റെ കയ്യിൽ വാവൻ ഏൽപ്പിച്ചിട്ടാണ് രാമൻ്റെ ഒപ്പം പോയിരുന്നത്. പിന്നെ നല്ല വയലിൻ വായിക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ട് അതിൻ്റെ ഒരു മെലഡി നല്ല സോങ്ങൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രാമൻ്റെ ഡാൻസ് ഇതാണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ട അഭിപ്രായം പറയണം. മുക്കാപ്പില ഓലയില ആ സോങ് ആയിരുന്നു കേട്ടോ. വാവ പിന്നെ നല്ല ഉറക്കമായിരുന്നു. അവൻ്റെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ വേറൊരു കുട്ടിയുടെ ഡാൻസും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോന്നു. അപ്പോൾ അവന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ഡാൻസ് കാണാൻ പറ്റാത്തതിന്. ശരിക്കും ഡാൻസ് ഫുള്ള് കാണാൻ ഇരിക്കണം, പരിപാടി തീരണവരെ ഇരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എപ്പോഴും അവസാനം DJ ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല. ആൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും വാവയും രാമനും പിന്നെ നാത്തൂനും മോനും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം വാവനെയും കൊണ്ട് ആ ശബ്ദത്തിലൊക്കെ ഇരിക്കണമല്ലെന്ന് ഓർത്ത് ഞാൻ അവൻ്റെ പരിപാടിയും വേറൊരു പരിപാടിയും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം മുതൽ രാമൻ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. വിഷമിച്ച് ലാസ്റ്റ് കരച്ചിലായി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും വാവ ഇപ്പോൾ കുറച്ചും കൂടി ആവുമല്ലോ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എല്ലാവരായിട്ട് വന്ന് നിൻ്റെ പരിപാടി തീരണ വരെ സ്കൂളിൽ കംപ്ലീറ്റ് നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടോ അതൊക്കെ തീർന്നതിന് ശേഷം എല്ലാവരും പോയിട്ടേ നമ്മൾ പോകുള്ളൂ എന്ന് പ്രോമിസൊക്കെ ചെയ്തു. പിന്നെ അവസാനം വീടിൻ്റെ അവിടെ നിന്നിട്ട് അവൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, എന്നെ തിരിച്ചുകൊണ്ട് ആക്കുമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ അവന് പിന്നെ അവസാനം പിന്നെ ഐസ്ക്രീമും പിന്നെ വേറെന്തോ കിൻഡർ ജോയും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്. സാധാരണ ഞാൻ അങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. പിന്നെ അന്നത്തെ ദിവസം അത്രയും വിഷമിക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് സമാധാനിച്ചിട്ടാണ് ദേ ഓട്ടോയിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ വീട്ടിൽ ചെന്നത്. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഐസ്ക്രീം വാങ്ങിച്ചതിൻ്റെ പങ്ക് ഞങ്ങൾ 3 പേരും കൂടി തിന്നു. എൻ്റെ പങ്ക് ഞാൻ ആദ്യമേ തിന്നു കേട്ടോ, കാരണം ഞാനത് വെച്ച് പിന്നെ എൻ്റെ വേറെ ഏതെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് കിട്ടില്ല. പിന്നെ ഇവന്മാരത് ഷെയർ ചെയ്തടിക്കും. അപ്പോൾ അവന്മാർക്ക് കൊടുത്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഐസ്ക്രീമിൻ്റെ പങ്ക് ഞാൻ കഴിച്ചു കേട്ടോ. രാജുക്കുട്ടൻ വന്നിട്ട് അവനെ കൊണ്ടുപോകാത്ത പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അവനെ കൊണ്ടുപോയി അവന് ഒട്ടും ഇതേപോലെ ഇരുത്തില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആൾ കൂടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ഞാൻ അവനെ ഉറക്കാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കളി മോഡലൊക്കെയാണ്. ഇതാണ് രാമന് ഇന്ന് കിട്ടിയ പ്രൈസ്. അതും മര്യാദ കാണിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അവൻ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ അനിയനും കൂടി ഇങ്ങനെ കളിച്ച് ഇതൊക്കെ നടക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി. റൂമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആരും ഒന്നും വിചാരിക്കരുത്, റൂം എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.